വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അമ്മുകുട്ടി. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഐസ്ക്രീം കഴിക്കാനാണ്. നമ്മൾ മുൻപ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് ഉണ്ട്, അതും വിലക്കുറവിന്. കണ്ടോ, ഇവിടെ പലതരം ഐസ്ക്രീംസ് ഉണ്ട്. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, ബനാന, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഐസ്ക്രീംസ് ഉണ്ട്. നമ്മൾ 3 ഫ്ലേവേഴ്സാണ് എടുത്തിട്ടുള്ളത്, മാംഗോയും ജാക്ക് ഫ്രൂട്ട്, പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി. അപ്പോൾ നമ്മുടെ കയ്യിൽ സംഭവം കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഫസ്റ്റ് ഞാൻ കഴിക്കാൻ പോകുന്നത് സ്ട്രോബെറി ആണ്. മാംഗോയും ജാക്ക് ഫ്രൂട്ടും പിന്നെ കഴിക്കാം. ഗൈസ്, എനിക്ക് സ്ട്രോബെറി കാണുമ്പോൾ കുത്തി വീഴുന്നു. നല്ല തണുപ്പാണ്. എനിക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അമ്മേനെ കൊണ്ടാണ് ഓപ്പൺ ചെയ്യിപ്പിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഈ സ്ട്രോബെറി കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. മാംഗോയും ജാക്ക് ഫ്രൂട്ടും സെയിം പാക്കിംഗ് ആണെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. സ്ട്രോബെറിക്ക് സ്റ്റിക്കിന് 35 റുപ്പീസാണ് വരുന്നത്. മാംഗോയ്ക്കും ജാക്ക് ഫ്രൂട്ടിനും 30 റുപ്പീസാണ് വരുന്നത്. എന്താണെന്നറിയില്ല, ഐസ്ക്രീം കഴിക്കുന്നത് എന്താണോ എന്തൊക്കെയോ ഞാൻ അവിടെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. എന്തായാലും ഐസ്ക്രീം സൂപ്പറായിരുന്നു. അവിടെ കൂടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിക്ചേഴ്സ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മ ജാക്ക് ഫ്രൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മയാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഫസ്റ്റ് ടേസ്റ്റ് നോക്കണേ ഞാൻ തന്നെയാണ്. അതങ്ങനെ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ സ്ട്രോബെറി മാറ്റി ജാക്ക് ഫ്രൂട്ട് കഴിക്കണോ, ജാക്ക് ഫ്രൂട്ട് മാറ്റി സ്ട്രോബെറി കഴിക്കണോ, ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ഒരു വിധത്തിൽ സ്ട്രോബെറി അങ്ങ് കഴിച്ച് തീർത്തു. മാംഗോ നമ്മൾ നോക്കി ചിരിച്ചിരിക്കുകയാണല്ലോ. ഇതും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണ്ടേ, എൻ്റെ ഒരു കാര്യം. അങ്ങനെ നമ്മൾ മാംഗോ ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും മാത്രം ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ അതും കഴിച്ച് തീർന്നിരിക്കുകയാണ്. എങ്ങനെ തീർത്തു എന്ന് എനിക്ക് തന്നെ അത് അറിയില്ല ഗൈസ്, വളരെ പെട്ടെന്ന് തീർന്നുപോയി. അപ്പം ഇന്നൊരു നല്ല ഈവനിങ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെയും ബൈ ബൈ, ലവ് യു ഓൾ.